അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നത്തെ കൗതുക വാർത്ത ബഷീർ സലഫി ക്ലീൻ ചീറ്റ് കിട്ടി എന്ന വാർത്തയാണ്. അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കവിതയെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ഷെയ്ഖ് ബാമൂസയുടെ ഹഫിളഹുള്ളയുടെ ഫത്വയിലൂടെ ക്ലീൻ ചീറ്റ് ലഭിച്ചു എന്നാണ് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ 2-3 എഴുത്തുകൾ കാണാനിടയായി. അപ്പോ വല്ലാത്തൊരു ആർമാദത്തിലാണ് ഈ സംഘം എന്ന് ഇതിന്റെ എഴുത്തിൽ നിന്നും പ്രചാരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. കാളപറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കുന്ന പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ കയറല്ല, വടം തന്നെ എടുത്ത് ഒരു കമ്പവലിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബഷീർ സലഫി എന്ന് തോന്നുന്നു. 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഒരു ഫത്വയിൽ ചോദ്യവും മറുപടിയും ഉണ്ടാകും. ഇവിടെ ചോദ്യം കാണാനില്ല, മറുപടി മാത്രമാണ്. അപ്പൊ ആ ചോദ്യം കൂടി ഒന്ന് കിട്ടുമ്പോഴാണ് എന്തിനുള്ള മറുപടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മറുപടിയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് ബഷീർ സലഫി ഉത്തരത്തിനനുസരിച്ച ഒരു ചോദ്യം മെനഞ്ഞെടുത്തിരിക്കുകയാണ്. ചോദിച്ച ആൾ ഇന്നതായിരിക്കാം ചോദിച്ചത്, അപ്പൊ അത് എനിക്ക് അനുകൂലമാണ് എന്ന തരത്തിലുള്ള ഒരു ഊഹക്കച്ചവടം. അപ്പൊ ഈ ഊഹക്കച്ചവടത്തിന് പകരം യഥാർത്ഥ കച്ചവടം തന്നെ നടത്താമല്ലോ ബഷീർ സലഫി. അപ്പൊ അതുകൂടി ഒന്ന് പാലത്തിനോട് പറഞ്ഞ് ആ ചോദ്യം കൂടി ഒന്ന് വാങ്ങിക്കുക. ഇനി ചോദ്യം കിട്ടുന്നില്ലെങ്കിൽ, ചോദ്യം ശരിയായില്ലെങ്കിൽ ഉത്തരം ശരിയാവില്ല. അങ്ങനെ ഒരു ശ്രമം നടത്താൻ പാലത്തിനോടൊന്ന് ആവശ്യപ്പെടണമെന്നാണ് ഉണർത്താനുള്ളത്. രണ്ടാമത്തേത്, ചോദ്യം കിട്ടിയെന്ന് വിചാരിക്കുക. ചോദ്യവും ഉത്തരവും കിട്ടി, എന്നാലും ഇവിടെ പ്രശ്നം അവശേഷിക്കുന്നു. ചോദ്യം ശരിയല്ല എങ്കിൽ അവർ ശരിയായ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ഉത്തരം വാങ്ങേണ്ടതുണ്ട്. അതും ഏൽപ്പിക്കാൻ നല്ലത് പാലത്തിനെ തന്നെയാണ്. കാരണം മുമ്പ് വാടാനപ്പള്ളി ഭാഗത്ത് നിന്ന് ആരോ പാലത്തിനെ മുബാഹലക്ക് വെല്ലുവിളിച്ചു. അപ്പൊ അത് ശരിയല്ല എന്ന് വിശ്വാസികൾ തമ്മിൽ മുബാഹലയില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആകാം എന്നതിന് ഒരു ഫത്വയും ഈ വെല്ലുവിളി നടത്തിയ ആളുടെ വകയായി കൊണ്ടുവരപ്പെട്ടു. അപ്പൊ ആ ഫത്വ നൽകിയ സലീമുൽ ഹിലാലിയോട് ഹഫിളഹുള്ളയോട് ശംസുദ്ദീൻ പാലത്ത് തന്നെ അതിന്റെ ശരിയായ വശം വിശദീകരിച്ചുകൊണ്ട് രണ്ടാമതൊരു ഫത്വ ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾ തമ്മിൽ മുബാഹലയില്ല എന്ന ഫത്വ ശംസുദ്ദീൻ പാലത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഒരാൾ എന്നുള്ള നിലക്ക് ഇങ്ങനെ ഒരു ഫത്വ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ആ ഫത്വ കണ്ടു, അതിന്റെ ചോദ്യം കാണുന്നില്ല, അല്ലെങ്കിൽ ചോദ്യത്തിനനുസരിച്ച ശരിയായ ഉത്തരമല്ല ഇവിടെ കാണുന്നത്, അതുകൊണ്ട് ഈ കവിതയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുകൂടി അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം ശംസുദ്ദീൻ പാലത്തിനോട് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുക. കാരണം കവിതയിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ മാത്രമല്ല, ശംസുദ്ദീൻ പാലത്തും ഈ കവിതയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഷീർ സലഫി കവിത നിർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏകദേശം 1 വർഷം മുമ്പ് കവിതയുടെ ന്യായീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് ഒരു ദൗറയിൽ വെച്ച് ശംസുദ്ദീൻ പാലത്ത് തന്നെ എന്തോ ഒരു ചർച്ചക്കിടയിൽ ബഷീർ സലഫിയോട് കവിത വേണം, കവിത രചിക്കണം, പക്ഷേ നിങ്ങളെപ്പോലുള്ള ദായിമാരായ ആളുകൾ ആ കവിത ഒഴിവാക്കലാണ് നല്ലത്, അത്രയും സമയം നമ്മുടെ ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ് കവിത നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഞാനല്ല, അത് ശംസുദ്ദീൻ പാലത്താണ്. അപ്പൊ ഇസ്ലാമിൽ കവിതകളുണ്ട്, ശരിയാണ്, ഒരുപാട് പണ്ഡിതന്മാർ കവിത എഴുതിയിട്ടുണ്ട് ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കാനും ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി. എന്നിട്ട് പോലും കവിത നിർത്തി പൂർണ്ണമായി ദഅവത്ത് രംഗത്തേക്ക് ഇറങ്ങണം, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന നിലക്ക് ആ വാചകത്തിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ആശയം അതാണ്. അപ്പൊ അങ്ങനെ ഒരു പരാമർശം വരെ ഏകദേശം 1 കൊല്ലം മുമ്പ് ശംസുദ്ദീൻ പാലത്തിനോട് ബഷീർ സലഫിയോട് ദൗറയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ കവിത നിർത്തിപ്പിക്കാൻ മാത്രം കാരണം ഇതിലുണ്ടോ എന്നുകൂടി കിട്ടാൻ നല്ലത് പാലത്ത് പറഞ്ഞ ആ പ്രശ്നങ്ങൾ, അത്ര വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിലും ചില വിഷയങ്ങളുണ്ട് എന്നൊക്കെ ചിലപ്പം പാലത്ത് പറയാറുണ്ട്. അപ്പൊ ആ വലുതല്ലെങ്കിലും ആ ചെറിയ പ്രശ്നങ്ങൾ കൂടി ഒന്ന് പ്രത്യേകിച്ച് എടുത്തു കാണിച്ച് ഒരു ചോദ്യം കൊടുത്താൽ ആ ഉത്തരം നമുക്കൊന്ന് പരിഗണിക്കാം. അപ്പൊ ചോദ്യവും ഉത്തരവുമായി. അപ്പൊ ഇവിടെ ബഷീർ സലഫിയുടെ ചില പരാമർശങ്ങൾ കണ്ടു, സ്വാഹയായി, അതും സ്വാഹ, ഇത് പാളീസായി എന്നൊക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ ആരെയാണോ ഉദ്ദേശിച്ചത് ആ കൂട്ടത്തിൽ പാളീസായ സ്വാഹയായ കൂട്ടത്തിൽ നിങ്ങളോട് കവിത നിർത്താൻ എഴുതേണ്ടതില്ല എന്ന് പറയുകയും ആ കവിതയിൽ ചില വിഷയങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്ത പാലത്തുകൂടി സ്വാഹയായോ പാളീസായോ എന്ന് ബഷീർ സലഫി ഒന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ്. അതൊന്ന് അല്ല എന്നുകൂടി ബഷീർ സലഫി എന്ന് പറഞ്ഞാൽ പാലത്തിന് ഈ ചോദ്യം ചോദിക്കാൻ ഒരു ആവേശം ഉണ്ടാവും. അതുകൊണ്ടാണ്. മൂന്നാമതായി പറയാനുള്ളത്, ഈ ചോദ്യം അയച്ചു കൊടുത്ത ആരാണെങ്കിലും അതിൽ കവിത ഷെയ്ഖ് അബു അമ്മാർ ബാമൂസ ഹഫിളഹുള്ളയെ അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ കവിതയെക്കുറിച്ച് അദ്ദേഹം ഖീലത്ത്, പറയപ്പെട്ട ഈ കവിതയിൽ എന്നാണ്, എനിക്ക് അയച്ചു തന്ന കവിതയിൽ എന്നല്ല. ഇനി ആണെങ്കിൽ തന്നെ അവിടെ ചോദ്യം ശരിയായില്ല എന്നത്
ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മന്ത്രിയല്ല, ഒരു മന്ത്രിയുമല്ല, ഇതുവരെ മന്ത്രിസ്ഥാനം വഹിച്ചിട്ടില്ല. എന്നാൽ ഉത്തരത്തിൽ പറയുന്നത് ഫി ഹാദൽ വസീരി എന്നാണ്, ഈ മന്ത്രിയുടെ കാര്യത്തിൽ പറയപ്പെട്ടിട്ടുള്ള കവിത എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും ഇന്ത്യയിലെ സാഹചര്യങ്ങളും മറ്റും മനസ്സിലാക്കുന്ന ഒരാൾ, ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി, അതും മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി, അങ്ങനെയുള്ള ഭരണപക്ഷത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചൊരു കവിത എഴുതുമ്പോൾ അതിനുള്ള ഉത്തരം വേറെയാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ ഈ ഒരു അപാകതയുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖിന് അത് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഷെയ്ഖ് മനസ്സിലാക്കിയത് ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി, അതും പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ഉത്തരം പരിഗണിക്കേണ്ടതുണ്ടോ, ഫത്വ പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവും. പിന്നെ അദ്ദേഹം പറയുന്നത് ബിഹഖിൻ വബിദൂനി ഖുലൂബിൻ, ഹക്കനുസരിച്ച്, വസ്തുതയനുസരിച്ച് കവിതയിൽ പറയുകയും അതിര് കവിയാതെയുമാണ് ഈ കവിത എങ്കിൽ എന്നാണ്. അപ്പൊ കവിതയിൽ ഖുലൂബുണ്ടോ എന്ന് ഷെയ്ഖിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇലാഹുൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ ഇലാഹ് കഴിഞ്ഞാൽ പിന്നെ അങ്ങയിലാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങയിൽ പ്രതീക്ഷയുണ്ട് എന്നല്ല, അങ്ങയിലാണ് പ്രതീക്ഷ, അങ്ങയാണ് പ്രതീക്ഷ. റജാ എന്നും അമൽ എന്നുമൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ലഹിയൽ ജിഹാദ്, അതാണ് യഥാർത്ഥ ജിഹാദ്, ജോഡോ യാത്രയാണ് യഥാർത്ഥ ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാപ്പയും ഉമ്മയും ഒത്ത സഹോദരി സഹോദരന്മാർ പരസ്പരം ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനതിപ്പം മുഴുവൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ അതിലുണ്ട്. അത് ഷെയ്ഖ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒലുവില്ലാതെയാണെങ്കിൽ എന്ന ഒരു പരാമർശവും ഉണ്ടാവുകയില്ല. ഇനി അതല്ല ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഇതൊന്നും ഒലുവല്ല എന്നാണെങ്കിൽ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. പിന്നെ അതിലെ മറ്റൊരു വാചകം വകാന ഫി ഹാദിഹിൽ അബിയാതി മസ്ലഹ റാജിഹ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീന വലിദ് ദഅവത്തി സലഫിയ്യ. ഈ കവിതകളിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സലഫി ദഅവത്തിനും പരിഗണനീയമായ വല്ല ഗുണവും ഉണ്ടെങ്കിൽ എന്നാണ്. ഇവിടെ ബഷീർ സലഫി കേരള നാട്ടിൽ മലയാളികൾ ജീവിക്കുന്ന, ഇന്ത്യയിൽ മാതൃഭാഷയല്ലാത്ത അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾക്കറിയുന്ന ഒരു ഭാഷയിലല്ലാതെ, പ്രത്യേകിച്ച് ആരെക്കുറിച്ച് എഴുതിയോ അയാൾക്ക് അറിയാത്ത ഒരു ഭാഷയിൽ, ആരെയാണോ ഈ കവിത സ്വാധീനിക്കേണ്ടത് അവർക്കൊന്നും അറിയാത്ത അറബി ഭാഷയിൽ, ഇവിടെ 2 വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഒരു അറബി കവിത കൊണ്ട് ഇവിടെ ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ മുസ്ലിം ദഅവത്തിനോ എന്ത് മസ്ലഹത്താണ് ഉണ്ടായത്? ബഷീർ സലഫിയുടെ സംസാരത്തിന് അത് കോൺഗ്രസിലുള്ള ചില ആളുകൾക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഒരു മസ്ലഹത്തും ഇതുകൊണ്ട് ഒരു തരിമ്പ് പോലും കിട്ടിയതായി ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഷെയ്ഖ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ചോദ്യം ശരിയായിട്ടില്ല, അതിൽ അവ്യക്തതകൾ ഉണ്ട്, കവിതയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല, ആരെക്കുറിച്ചാണ് ഈ ചോദ്യം എന്നതും ഷെയ്ഖിന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഈ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 4-മതായി ബഷീർ സലഫി തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, തന്റെ കവിത ശരിയാണ്, തന്റെ വാദങ്ങൾ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ കുറിപ്പുകളൊക്കെ എഴുതിയതും ഇത് ഫത്വ ആഘോഷിക്കുന്നതും. അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകളിൽ കണ്ട പരാമർശങ്ങൾ ഞാനിവിടെ വായിക്കാം. ഇത് ഒരു നീണ്ട കുറിപ്പിൽ, ഒരു കുറിപ്പിലുള്ളതാണ്, 2 കുറിപ്പിലുള്ളതല്ല. അതിന്റെ ഏതാണ്ട് ആദ്യ ഭാഗത്ത് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഭാഗം, എന്നാൽ എന്റെ കവിതയിൽ വാസ്തവത്തിൽ പ്രശംസയുണ്ടോ എന്നാണ്. പ്രശംസയുണ്ടോ എന്ന് വെച്ചാൽ പ്രശംസയുണ്ടോ? പ്രശംസയില്ല. പ്രശംസയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കവിത എഴുതിയത്? ഇങ്ങനെ ഒരു കവിത എഴുതിയാൽ അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെമ്പാടും ഗുണമുണ്ട് എന്നല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രശംസയും ഇതിലില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ കവിത കൊണ്ട്? ഇതൊരു വാർത്ത വായിക്കലാണോ? അതവിടെ നിൽക്കട്ടെ. ഏതാണ്ട് മധ്യഭാഗത്ത് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മറ്റൊരു വാചകം, പ്രശംസയോ സ്നേഹപ്രകടനമോ ബഹുമാനിക്കലോ ഒന്നും ആ കവിതയിൽ വിഷയമല്ല. അപ്പോ ബഷീർ സലഫി എഴുതിയിട്ടുള്ള കവിതയിൽ പ്രശംസ, സ്നേഹപ്രകടനം, ബഹുമാനിക്കൽ ഇതൊന്നും വിഷയമല്ല എന്നാ പറയുന്നത്. ബഷീർ സലഫി ഈ ഫത്വ വെച്ചിട്ട് വടംവലിക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്തിനാണ്? ഈ പറയുന്നതൊക്കെ ആകാം എന്നുള്ള അദ്ദേഹത്തിന്റെ വാദത്തെ സമർത്ഥിക്കാൻ ഫത്വ കിട്ടി, മറ്റതൊക്കെ സ്വാഹയായി പാളീസായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദി ഇബ്നു ഹാത്തിമിനെ മരണശേഷവും പ്രശംസിച്ചിട്ടുണ്ട് എന്ന് ബുഖാരിന്റെ ഹദീസ് ഓതി തെളിവ് സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിൽ തന്നെ തെളിവുള്ള ഒരു സുന്നത്തായ കാര്യമാണെങ്കിൽ എന്തിനാണ് അതിൽ പ്രശംസയോ? അത് വിഷയമല്ല, അങ്ങനെ നയിലില്ല എന്ന് പറയുന്നത്. പിന്നെ സ്നേഹപ്രകടനമോ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നുവോ അതേ നിലക്ക്, അതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് അങ്ങോട്ട് പെരുമാറണം എന്ന് ബഷീർ സലഫി പലയിടത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങോട്ട് സ്നേഹപ്രകടനം, ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മോടുള്ള ഇഷ്ടം പോലെ അങ്ങോട്ടൊരു ഇഷ്ടം, അതിനേക്കാൾ വലിയൊരു ഇഷ്ടം ആകാമെന്നാണ്. ഇനി അതന്നെ അദ്ദേഹം അബൂ താലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടു, അതൊരു പ്രകൃതിപരമായ സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു പ്രകൃതിപരമായ സ്നേഹമാകാം എന്ന് മാത്രമല്ല, അത് ഏതൊരു കാഫറിനോടും ആകാം എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബന്ധുവോ കുടുംബക്കാരനോ ഒന്നും ആകണമെന്നില്ല, ഏതൊരു കാഫറിനോടും
പ്രകൃതിപരമായ സ്നേഹമാകാം. അപ്പൊ ഇവിടെ സ്നേഹപ്രകടനമോ അതൊന്നും അതിലില്ലാതെ വരുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ അതൊക്കെ ആകാമെന്നാണല്ലോ വിഷയത്തിൽ പറയുന്നത്. അതിനല്ലേ ഇപ്പൊ ശേഖന്റെ പത്വ തെളിവാക്കേണ്ടത്. പിന്നെ ബഹുമാനിക്കലോ, മൂന്നാമത്തത് അതാണ്, ബഹുമാനവും ആകാമെന്നാണ്. അന്തുക്രിമൂഹും അക്രിമൂഹും എന്നൊക്കെ തഫ്സീറുൽ മുയസ്സറിലെ വാചകവും ദുർറസനിയുടെ വാചകങ്ങളും പിന്നെ വേറെയും പല ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, കണ്ടോ ആദരിക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദരിക്കുക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോ ആദരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ രാഹുൽ ഗാന്ധിയെ കവിതയിലൂടെ ആദരിച്ചതിന് കുഴപ്പമില്ല എന്നുള്ള തെളിവ് കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ പറയണ എന്താ, പ്രശംസയോ സ്നേഹപ്രകടനമോ ബഹുമാനിക്കലോ ഒന്നും ആ കവിതയിൽ വിഷയമല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വാചകം ഒന്ന് തിരുത്തിയിട്ടാണ് ബഷീർ പറയേണ്ടത്. പ്രശംസയും സ്നേഹപ്രകടനവും ബഹുമാനിക്കലും ആ കവിതയിൽ വിഷയമാണ്. എന്നാൽ ഷെയ്ഖ് അബു അമ്മാർ ബാമൂസ ഹഫിളഹുല്ലയുടെ ഫത്വയിലൂടെ അതിനൊക്കെ തെളിവ് കിട്ടിയിരിക്കുന്നു. മറ്റതൊക്കെ സാഹയായി പാളീസായി എന്നല്ല പറയേണ്ടത്. ഇതിലതൊന്നും ഒന്നുമില്ലാന്നല്ല, ഇല്ലാന്ന അവസ്ഥയിൽ പറയുന്നത്, ഇല്ലാന്നല്ല, ഉണ്ട്, അതിനാണ് ഈ ഫത്വ എന്നല്ല പറയേണ്ടത്. എന്തിനാ അതൊക്കെ ഇതൊന്നുമില്ല എന്ന് പറയുന്നത്. ഇനി അതുമലും കടിച്ചു തൂങ്ങണ്ട, അടുത്ത അവസാന ഭാഗത്തൊരു വാചകമുണ്ട്. പക്ഷേ എന്റെ കവിതയിൽ അത്തരം ഒരു സ്നേഹപ്രകടനമോ പ്രശംസകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ ഈ ഫത്വ ഘോഷിക്കുന്നത്? എന്തിനാണ് ഈ ലേഖനമൊക്കെ എഴുതിണ്ടാക്കിയത്? എന്തിനാണ് ഈ സംസാരിച്ചത്? എന്തിനാണ് ഉബാഹലക്കല്ല് വിളിച്ചത്? എന്തിനാണ് ശവപ്രാർത്ഥന നടത്തിയത്? എന്തിനാണ് കിട്ടേണ്ടത് കിട്ടട്ടെ എന്ന് പറഞ്ഞത്? എന്തിനാണ് ഒരാളെ ഫാസിക്കെന്ന് വിളിച്ചത്? എന്തിനാണ് 74 വയസ്സായ അബ്ദുൽ ഹമീദ് സുല്ലമിയെ നിന്നെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞത്? ഒരു വിഷയമില്ല. പിന്നെന്തിനാ ഈ പണിയൊക്കെ എടുത്തത്? എന്തിനാണ് ഇങ്ങനെ വിറളി പിടിച്ച് നടക്കുന്നത്? അപ്പോ ബഷീർ സലഫി ശരിക്ക് ഈ വാചകമൊന്ന് മാറ്റി എഴുതാം. എന്താ എഴുതേണ്ടത്? പക്ഷേ എന്റെ കവിതയിൽ അത്തരം ഒരു സ്നേഹപ്രകടനവും പ്രശംസകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇതാ ബാമൂസ ഹഫിളഹുല്ല ശരിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് നദവിയും കൂട്ടരും വാളീസായി സ്വാഹയായി എന്നാണ് എഴുതേണ്ടത്. അപ്പോ എന്ത് സ്ഥാപിക്കാനാണോ ഇത്രയും ഗുസ്തി നടത്തിയത് അതൊന്നും എന്റെ കവിതയിൽ ഇല്ല എന്ന് പറയുമ്പോൾ രണ്ടും കൂടി പൊരുത്തപ്പെടുന്നില്ല. അപ്പൊ ഇത് നമുക്കാർക്കും വേണ്ടിയല്ല, ബഷീർ സലഫിന്റെ അദ്ദേഹത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചംഗങ്ങളുമായ ആളുകളെയെങ്കിലും ഒന്ന് തൃപ്തിപ്പെടുത്താൻ, അവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള നിലക്ക്. ചില ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാൽ ബഷീർ സലഫിക്ക് ഒരു ആവേശം ഉണ്ടാവുണ്ടായി. ഞാൻ ഇംഗ്ലീഷിന്റെ ആളല്ല. അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷന് വേണ്ടി ഈ വാചകങ്ങളൊക്കെ ഒന്ന് തിരുത്തി കൊടുത്താൽ അത് കൂടുതൽ എനർജിയോടുകൂടി ഈ ആളുകളൊക്കെ പിന്നിലും മുന്നിലും ഉണ്ടാകും എന്നതിനു വേണ്ടിയാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്.